മഴ തോരും മുൻപയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാമച്ചനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടി സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ റാണിമോളും ഉണ്ടായിരുന്നു. റാണിമോളെ കണ്ടപ്പോൾ രണ്ടു കൂട്ടർക്കും ഒരേപോലെ സന്തോഷം തോന്നുകയാണ്. റാണിമോള് ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അന്നത്തെ ദിവസം അവിടെ തന്നെ കൂടുവാനുള്ള തീരുമാനത്തിലുമായിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ഗ്രേസ് അമ്മ സ്റ്റാൻലിയോടായി ചോദിക്കുകയാണ്, ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾക്കൊപ്പം കുറച്ച് ദിവസം എറണാകുളത്ത് താമസിപ്പിച്ചോട്ടെ എന്നൊക്കെ. സ്റ്റാൻലി മൗനസമ്മതമാണ് ആ സമയത്ത് നൽകുന്നത്. അതേസമയം അലീനയോട് അഭിപ്രായവും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണ് മോളെ അവരോട് മറുപടി പറയേണ്ടത്? നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതേസമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടാവുകയുമില്ല. ചാച്ചനോട് വെല്ലുവിളി നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ റാണിമോളെ തിരിച്ചവിടെ കൊണ്ടു ചെന്നാക്കാനും സാധിക്കില്ല. അപ്പോൾ ഇവരെ കൂടെ പറഞ്ഞയക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, എനിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ യോഗ്യതയില്ല പപ്പ. കാരണം കുറച്ച് മുൻപ് ഔസേപ്പ് അങ്കിള് വിളിച്ചിട്ട് എന്നെ ഒരുപാട് വഴക്ക് പറയുകയുണ്ടായത് പപ്പയും കേട്ടതല്ലേ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന റാണിമോള് പറയുന്നുണ്ട്, ഞാൻ പോകാൻ തയ്യാറാണെന്ന്. എന്നാൽ അലീനയ്ക്ക് അതിനോട് അത്ര അഭിപ്രായമുണ്ടായിരുന്നില്ലെങ്കിലും അലീന ആ സമയത്ത് പപ്പയോട് പറയുന്നുണ്ട്, ആൻറ്റിക്ക് സമ്മതമാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അന്നത്തെ ദിവസം സംസാരമെല്ലാം കഴിഞ്ഞ് അലീനയുടെയും സ്റ്റാൻലിയുടെയും നിർബന്ധപ്രകാരം അവർ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മാമച്ചൻ മറ്റൊരു റൂമിലും ഗ്രേസമ്മയും റാണിമോളും ഒരു റൂമിലും അലീനയും രേവതിക്കുട്ടിയും മറ്റൊരു റൂമിലുമായിട്ട് കിടക്കാനായി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റൂമിൽ ചെന്നിട്ടും രേവതിക്കുട്ടിയോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതെ കിടക്കുകയായിരുന്നു അലീന. അലീന ഗാഢമായി എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായി. ചേച്ചി എന്താണ് ഈ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ വാതോരാതെ എന്നോട് സംസാരിക്കുകയും എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന ആളല്ലേ എന്ന് രേവതിക്കുട്ടിയോടായി അലീന പറയുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, ആൻറ്റിയെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് പപ്പയും ചാച്ചനും തമ്മിൽ ചെറിയൊരു വഴക്കിലാണ്. അത് കൂടത്തല്ലേ ഉള്ളൂ മോളെ. അല്ലെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും അവിടെയൊക്കെ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു നമ്മുടെ വൈജമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെയും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചു പോയതാണ്. ഒന്നാമത്തെ, ചാച്ചന് നിങ്ങൾ ഇവിടെ വരുന്നതിനോ അല്ലെങ്കിൽ കൊട്ടാരമറ്റത്തെ തറവാട്ടിലേക്ക് ചെല്ലുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ല. ഇതുകൂടിയൊക്കെ ആവുമ്പോൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഔസേപ്പങ്കിള് കുറച്ച് മുമ്പ് കൂടി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങളോടൊക്കെ ആ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന്. ഇതിപ്പോൾ എല്ലാ അർത്ഥത്തിലും അതിലേക്കൊക്കെ തന്നെയല്ലേ ചെന്നെത്തുന്നത്. ഞാനും പപ്പയും നമ്മുടെ റാണി ആൻറ്റിയുടെ മകളെ അന്വേഷിച്ച് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ വലിയൊരു കാര്യം കൂടിയും കിടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതെന്ന് അലീന പറയാണ്. രേവതിക്കുട്ടി അതേ സമയം ചോദിക്കുന്നുണ്ട്, അതെന്താണ് അത്ര വലിയ കാര്യമെന്ന്? നിന്നോടതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കിപ്പോൾ തൽക്കാലം നമ്മുടെ ചാച്ചനെയാണ് വിളിക്കേണ്ടത്. ചാച്ചനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുത്തുകൊണ്ട് തന്നെ ആ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനലരികിലേക്ക് നടക്കുകയാണ്. 1-2 ബെല്ലിന് ശേഷം ചാച്ചൻ കോൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചാച്ചൻ കോൾ എടുത്ത ഉടനെ തന്നെ അലീന ചോദിക്കുകയാണ്, ചാച്ചൻ എന്നോട് വഴക്കാണോ? നിന്നോട് എന്തിനാടി കൊച്ചേ എനിക്ക് വഴക്ക്? നീ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണെന്ന് ചാച്ചൻ അറിയാം. പക്ഷേ മോളെ, ഒരിക്കൽ കുഴി കുത്തി മൂടിയതാണ് അതെല്ലാം. അതൊക്കെ ഇനി കുഴിയിൽ നിന്നും മാന്തി എടുക്കും തോറും നമ്മൾ കൂടുതൽ നാറത്തല്ലേ ഉള്ളൂ. അതിനൊക്കെ കാരണക്കാരൻ ഞാനും കൂടി ആയാൽ എൻ്റെ മക്കളെല്ലാവരും എന്നെ വെറുക്കത്തില്ലേ മോളെ എന്നൊക്കെ അലീനയോട് അദ്ദേഹം ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ചാച്ചാ അങ്ങനെയൊന്നുമില്ല. ചാച്ചൻ ഒരിക്കൽ ചെയ്തു പോയ തെറ്റ് വയസ്സായ കാലത്ത് തിരുത്തിയെന്നുള്ളൊരു സമാധാനത്തിലെങ്കിലും ചാച്ചന് പോകാമല്ലോ. യാത്ര അത് ഏതൊരാളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്.
ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചാച്ചന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാച്ചനാകെയുള്ളൊരു മകളാണ് റാണി ആൻറ്റി. ആ മകളുടെ ജീവിതം സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് ചാച്ചൻ ഈ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകുന്നതെന്നൊക്കെ ചാച്ചന് സമാധാനിക്കാലോ എന്നൊക്കെ അലീന പറയുമ്പോൾ ചാച്ചൻ ചോദിക്കുകയാണ്, അത് ശരി, നീയപ്പോൾ ഇന്നോ നാളെയോ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്ന പോലെയുണ്ടല്ലോ മോളെ നിൻ്റെ വർത്താനം. അല്ല ചാച്ച, ഇതൊക്കെ ആരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതല്ലേ എന്ന് അലീന തമാശ രൂപേണ പറയുകയാണ്. അലീന ചാച്ചനോടായി ചോദിക്കുന്നുണ്ട്, ചാച്ച, എനിക്കും പപ്പയ്ക്കും ഒരു യാത്രയുണ്ട്, ഒരു നീണ്ട യാത്ര. ചാച്ചന് ഇല്ലാത്ത യാത്രയാണെന്ന് എനിക്കറിയാം. എങ്കിലും ആ യാത്രയ്ക്ക് ഞാൻ പുറപ്പെടുന്നതിന് മുൻപായിട്ട് എനിക്ക് ചെയ്തു തീർക്കാനായി ഒരു വലിയ കാര്യമുണ്ട്. അതിന് എൻ്റെ ഒപ്പം ചാച്ചൻ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ എന്ന് ചാച്ചനോടായി അലീന ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം, നിൻ്റെയൊപ്പം ഈ ചാച്ചനുണ്ടായിരിക്കുമെന്ന്. അല്ല, ഇനി നീ കാര്യം പറയ്, എന്താണ് നിനക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ ആ ദൗത്യം? മറ്റൊന്നല്ല ചാച്ച, എനിക്ക് എൽസമ്മാൻ്റെയും കുട്ടികളെയും ഒന്ന് പോയി കാണണം. എൻ്റെ കർത്താവേ, നിനക്ക് വേറൊന്നും പറയാൻ കണ്ടില്ലേ കൊച്ചേ? നീ എവിടേക്കായി പോണെന്ന് പറയുന്നേ? നീ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവർ, നീ ചിന്തിക്കുന്നിടത്ത് നിൽക്കുന്ന ആൾക്കാരുമല്ല. എൻ്റെ ചാച്ച, ഇതെന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അവരും മനുഷ്യന്മാർ തന്നെയല്ലേ മോളെ? അവരും മനുഷ്യന്മാർ തന്നെയാണ്, ചാച്ചൻ സമ്മതിക്കുന്നു. പക്ഷേ അവൾ താമസിക്കുന്ന ആ വീട്ടിൽ ആൾക്കാരുണ്ടല്ലോ, അവരെ മനുഷ്യന്മാരാണോയെന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് മനുഷ്യനായി ജനിച്ച് മറ്റെന്തോ മൃഗമായി മാറിയ ആൾക്കാരാണ് അവിടെയുള്ളത്. പ്രത്യേകിച്ച് അവൾക്കൊരു സഹോദരിയുണ്ട്. എൻ്റെ കർത്താവേ, അവിടുന്ന് ചുമന്ന കുരിശിനേലും വലിയ കുരിശാണ് പൊന്നുമോളെ അത്. നീ അല്ലെങ്കിൽ തന്നെ നിൻ്റെ പപ്പയോട് ചോദിച്ചായിരുന്നോ? നിൻ്റെ പപ്പ ഒരു അണുവിട സമ്മതിക്കില്ല നീ അവിടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാലോ പറഞ്ഞാലോ. അല്ല, നിനക്കെന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? അത് ചാച്ചനോടായതുകൊണ്ട് തുറന്ന് തന്നെ പറയാലോ. ഇന്നുണ്ടായ യുദ്ധത്തിനൊക്കെ ശേഷം പപ്പ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ നിന്നും പുറത്തേക്കൊരു യാത്രയും ഉണ്ട്. അതിന് എനിക്കായിട്ടുള്ള പാസ്പോർട്ട് റെഡിയാക്കാനായിട്ട് നാളെ തന്നെ പോകണമെന്നാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് റെഡിയാവാൻ ഏകദേശം ഒരു 1-2 ആഴ്ച എടുക്കുമായിരിക്കും അല്ലേ ചാച്ച? ആ, ആയിരിക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ച്. അല്ല, ആ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നീ എന്തുണ്ടാക്കുന്ന ഈ പറയുന്നേ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ചാച്ചൻ്റെ സഹായം വേണമെന്ന്. എന്നോടൊപ്പം അഞ്ജലിയിലേക്ക് വരണമെന്ന്. ഞാൻ വരുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. നീ എന്നോട് ഈ കാര്യത്തിൽ സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് നിൻ്റെ ചാച്ചനോട് പോയി സമ്മതം ചോദിക്കണം. എന്നിട്ട് നീ ഒരിക്കൽ കൂടി എന്നെ വിളിക്കേ, എന്നാണ് പോകേണ്ടതെന്നും അഥവാ പോണില്ലെങ്കിൽ അത് പറയാനുമായിട്ട്. പിന്നെ നിൻ്റെ ചാച്ചൻ സമ്മതിച്ചാൽ, നിൻ്റെ പപ്പ സമ്മതിച്ചാൽ ഈ ചാച്ചനോട് വിളിച്ച് പറയണം കേട്ടോ. ഇപ്പം തൽക്കാലം ഞാൻ ഈ കോള് കട്ട് ചെയ്യാണ്. ഈ ചാച്ചൻ്റെ കൂടെയാണ് പോരുന്നതെന്നുകൂടി നീ നിൻ്റെ പപ്പയോട് പറഞ്ഞേക്ക്. അവൻ ഇന്ന് എന്നോട് യുദ്ധം ഉറപ്പിച്ചിട്ടല്ലേ നിൽക്കുന്നത്. ഓ, അതൊക്കെ റാണി ആൻറ്റിക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ചാച്ചനോട് യാതൊരു ദേഷ്യവും എൻ്റെ പപ്പയ്ക്കില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ. നീ എന്തായാലും നിൻ്റെ പപ്പയുടെ പുരാണം പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്താതെ നീ പോയി നിൻ്റെ പപ്പയുമായി സംസാരിച്ചിട്ട് എന്നെ വിളിക്ക്. നീ പറഞ്ഞതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ ഒരല്പം പോലും അത് നടപടിയാകുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ മോളെ. എന്നിട്ട് നീ അവൻ്റെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കാൻ പോയാൽ മതി എന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ പോയി ചോദിച്ചിട്ട് ചാച്ചനെ ഉടനെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. രേവതിക്കുട്ടിയോടായി ചെന്ന് പറയുന്നുണ്ട്, മോളെ, എനിക്ക് പപ്പയെ കണ്ട് അത്യാവശ്യമായി ഇപ്പം തന്നെ ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. അതിനുശേഷം വേണം നാളെ നിങ്ങളോടൊപ്പം നമ്മുടെ റാണി ആൻറ്റിയെ അയക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടെന്ന്. രേവതിക്കുട്ടി അലീനയുടെ കൈകളിൽ പിടിച്ച് പോവരുതെന്ന് ഉള്ള ഒരു അർത്ഥത്തോടു കൂടി തന്നെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അലീന തിരിഞ്ഞു നിന്ന് അവളെ എന്തെന്നർത്ഥത്തിൽ തന്നെ നോക്കുന്നുണ്ട്. രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, റാണി ആൻറ്റിയെ ഞങ്ങളോടൊപ്പം പറഞ്ഞേക്കാതിരിക്കാനാണോ ചേച്ചി ശ്രമിക്കുന്നത്? അല്ല മോളെ, അങ്ങനെ ഒരിക്കലും അല്ല.
നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ? അല്ല, റാണി ആൻറ്റിയുമായി പോവാന്നുള്ള സന്തോഷത്തിലല്ലേ ഗ്രേസമ്മ ആൻറ്റിയൊക്കെ? അത് അത് ചേച്ചി ഇല്ലാതാക്കുകയാണോ? അല്ല മോളെ, അതിലും വലിയൊരു സന്തോഷ വാർത്ത തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും പപ്പയെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. മോൾ അപ്പോഴേക്കൊന്ന് കിടന്നോ, ഞാൻ വന്ന് നിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്റ്റാൻലി കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലാണ്. അലീന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം മദ്യപിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന ഉടനെ തന്നെ പറയുന്നുണ്ട്, അതേ, തൽക്കാലം ഈ പരിപാടി അവിടെ ഒന്ന് അവസാനിപ്പിച്ച് വിൽക്കണം. എനിക്ക് അല്പം സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ടെന്ന്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? അല്ലെങ്കിലേ നിന്നെക്കൊണ്ട് ശല്യമാണ്. അതിൽ കൂടെ എന്നും എൻ്റെ കഞ്ഞികുടി മുട്ടിക്കാൻ എന്ന പോലെ കറക്റ്റ് സമയത്ത് നീ കയറി വരികയും ചെയ്യും. എന്തൊരു ജന്മാടി നിൻ്റെത്? എന്നോടാണോ ചോദിക്കുന്നത്? ജനിച്ചവർ തന്നെ സ്വന്തം കണ്ണാടയിൽ പോയി അങ്ങ് നിന്നും ചോദിച്ചാൽ മതി. ഇത് ഞാനാണ് നിങ്ങളോട് ചോദിക്കേണ്ടിയിരുന്നതെന്ന് അലീനയും തമാശയ്ക്ക് പറയുന്നുണ്ട്. അദ്ദേഹം അലീനയെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വന്നപ്പോൾ ഉണ്ടായ പെണ്ണേ അല്ല, എന്തൊരു സാമർത്ഥ്യമാണിപ്പോൾ. എന്താണാവോ ഈ നട്ടപ്പാതിരാക്ക് ഈ സ്റ്റെപ്പുകൾ മുഴുവൻ കയറിങ്ങ് വരാനുണ്ടായ കാരണം? അല്പം സീരിയസ് ആയിട്ട് തന്നെ അലീന പറയുകയാണ്, പപ്പ അതൊന്ന് എടുത്തു വയ്ക്കൂ, എന്നിട്ട് എന്നോടൊപ്പം പുറത്ത് ആ ബാൽക്കണിയിലേക്ക് ഒന്ന് വരുമോന്ന്. സ്റ്റാൻലി ഉടനെ തന്നെ കയ്യിലുണ്ടായ ആ ബോട്ടിൽ തൻ്റെ സെൽഫിലേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ്. ഷെൽഫ് തുറന്നപ്പോൾ കാണാമായിരുന്നു പല നിറത്തിലുള്ള ഒരുപാട് വിലയിലുള്ള മദ്യക്കുപ്പികൾ. അലീന അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം സ്റ്റാൻലിയെയും ഒന്ന് നോക്കി. സ്റ്റാൻലി അവളോട് ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിക്കുകയും ചെയ്തു. രണ്ടുപേരും കൂടി ബാൽക്കണിയിൽ ചെന്നിട്ട് അവിടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അലീന സ്റ്റാൻലിയോടായി ചോദിക്കുന്നുണ്ട്, പപ്പയ്ക്ക് എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? നിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയുമില്ല. നീ എപ്പോൾ എന്ത് പറയുമെന്ന് എനിക്കൊരു പിടിയുമില്ലാതെയാണ് ഇപ്പോഴത്തെ എൻ്റെ നിൽപ്പ്. നീ എന്നെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞെട്ടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി എന്താണാവോ ഇപ്പോഴത്തെ അടുത്ത ഞെട്ടിക്കൽ? ഇപ്പം തൽക്കാലം അങ്ങനെ ഞെട്ടാൻ മാത്രമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതുന്നു. കാരണം നമ്മൾ കുഞ്ഞിനെ അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അത് കഴിയാതെ നീ അടുത്ത ഗുലുമാലൊന്നും പിടിക്കില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് അദ്ദേഹം പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എങ്കിലും പപ്പയ്ക്ക് തെറ്റി. എനിക്ക് കുഞ്ഞിനെ അന്വേഷിച്ച് പോകുന്നതിന് മുൻപായിട്ട് ഈ വീട് ഒഴിച്ചിട്ട് പോകാൻ താല്പര്യമില്ല. ഈ വീട്ടിലേക്ക് വരേണ്ടവരെ വരുത്തുകയും അവരെ ഈ വീട് ഏൽപ്പിച്ചിട്ടിട്ട് വേണം നമുക്ക് ആ യാത്ര തിരിക്കാൻ. നീ ആരെ കാര്യമാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതേ പപ്പ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ വീടിൻ്റെ യഥാർത്ഥ ഓണർമാരെ. എടി പെണ്ണേ, ഇതെൻ്റെ സ്വന്തം വീടാണ്. ഇത് ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്വന്തം വീട്. ഈ വീടിനങ്ങനെ മറ്റൊരു അധികാരികളും അവകാശികളും ഒന്നുമില്ല നീ വിചാരിക്കുന്നത് പോലെ. പപ്പ തമാശ കളിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് പപ്പയ്ക്ക് നന്നായിട്ടറിയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തെളിച്ച് തന്നെ പറ. രണ്ടെണ്ണം അടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് നിർത്തി മഞ്ഞ് കൊള്ളിപ്പിച്ചിട്ട് തമാശ പറയാൻ നിൽക്കുന്നോ? ഇതിലും വലിയ മഞ്ഞ് കൊണ്ടവനാണ് ഈ സ്റ്റാൻലി. എന്നോട് നീ കളിക്കല്ലേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ പറ. പപ്പ, എനിക്ക് എൽസമ്മ ആൻറ്റിയെയും കുട്ടികളെയും കാണണം. എന്തിന്? അതിൻ്റെ കാര്യം നീ അവരെ കണ്ടിട്ടുള്ളതല്ലേ. ഇനി എന്തിനാണ്? ഇത് അങ്ങനെ ഒരു കാണലല്ല. അവരിവിടെ നിന്നും പിണങ്ങിപ്പോയതാണ്. അവരെ തിരിച്ചെനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് നീ വിചാരിച്ചാൽ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ല. എന്നോടുള്ള വാശിപ്പുറത്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ് അവർ. നീ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലിയൊന്നും അല്ല അത്. നീ കണ്ടിട്ടുള്ളവരെ പോലെയുള്ള ഒരു കുടുംബക്കാരുമല്ല. നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും അവിടെ പോയി നടത്തിയെടുക്കാമെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കേണ്ട അലീന. കാരണം എൽസമ്മയേക്കാളും വലിയൊരു ബോംബാണ് ആ വീട്ടിലുള്ളത്. ഒരു റീത്താമ്മ. നിനക്കവളെ അറിയില്ലല്ലോ. പിന്നെ ഒരു 2-3 ആങ്ങളമാരും ഉണ്ട്. ഒരു ഏലിയാസും ഒരു സാം കുഞ്ഞും ഒരു സേവിച്ചനും. ഗുണ്ടകളാണ്. അതൊക്കെ ഈ റീത്താമ്മയുടെ സ്വന്തം ഗുണ്ടകളാണ്. സഹോദരന്മാരെക്കാൾ ഉപരി ഗുണ്ടകളാണെന്ന് തന്നെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും നല്ലത്.
കാരണം അവരെല്ലാവരും ഈ പെങ്ങക്ക് വേണ്ടിയിട്ട് ഗുണ്ടായിസം ചെയ്ത് നടക്കുന്നവരാണ്. റീതാമ്മയ്ക്ക് താഴെയുള്ളവളാണ് ഇവളും, അതായത് നമ്മുടെ എൽസമ്മയും. എൽസമ്മയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. ഇതൊക്കെ നീ അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് ലീന. നിന്നെ അവിടേക്ക് ഒരിക്കലും പോവാൻ ഈ സ്റ്റാൻലി അനുവദിക്കില്ല. നീ എൻ്റെ മകളായിട്ട് നീ ഇവിടെ ജീവിച്ചാൽ മതി. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ അവിടേക്ക് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എനിക്ക് പോകണം പപ്പ. എനിക്ക് പോയി അവിടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് കാണണം. എൻ്റെ സഹോദരങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? അതുമാത്രമല്ല, എന്നേക്കാൾ കൂടുതലായിട്ട് പപ്പ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുകൂടി എനിക്കൊന്ന് അറിയണമല്ലോ. അതുപോലെ തന്നെ അവർക്ക് കിട്ടാത്തതായിട്ട് എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടെങ്കിൽ അതും വേണ്ടാന്ന് വെക്കണം. കാരണം ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു പന്തിയിൽ രണ്ട് തരത്തിൽ വിളമ്പുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. നീ എന്തൊക്കെയാണ് അലീന ഈ പറയുന്നത്? അങ്ങനെയൊന്നും നടക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നീ അവരെയൊക്കെ കണ്ടതല്ലേ, പിന്നെന്തിനാ ഇനിയും പോകണമെന്നിങ്ങനെ വാശി പിടിക്കുന്നത്? കാണാൻ മാത്രമല്ല, നമ്മളുടെ ഒപ്പം അവരെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരണം. പിന്നെ പപ്പ, ഈ പറഞ്ഞ പോലെ എനിക്ക് റാണി ആൻറ്റിയെ നമ്മുടെ ഗ്രേസ് അമ്മ ആൻറ്റിക്കും മാമച്ചനും ഒപ്പം മയക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. നമുക്ക് ആൻറ്റിയുടെ കുഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, കൊട്ടാരമറ്റത്തിൽ എല്ലാവരും ഇപ്പോൾ നമ്മളോട് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ചാച്ചന് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നുമില്ല. പക്ഷേ റോബിച്ചനായാലും റോബർട്ടിച്ചായനായാലും അത് മാത്രമല്ലല്ലോ, ഔസേപ്പങ്കിള് വിളിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് പപ്പ കേട്ടതല്ലേ. അപ്പോൾ നമ്മൾ റാണി ആൻറ്റി അവർക്കൊപ്പം അയച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ വന്നാലും നമ്മൾ അവർക്ക് ശത്രുക്കളായി മാറും. അതിന് വഴി നമ്മൾക്ക് ഒരുക്കണോ? എല്ലാവരും ഒന്നായി ചേർന്ന് നല്ല രീതിക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്താണപ്പോൾ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് എൽസമ്മ ആൻറ്റിയെ പോയി കാണണം. എൽസമ്മ ആൻറ്റിയെയും എൻ്റെ സഹോദരങ്ങളെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ആൻറ്റിക്കൊപ്പം റാണി ആൻറ്റിയെയും ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ആൻറ്റിയുടെ കുഞ്ഞിനെ അന്വേഷിച്ച് പോകാം. അപ്പോൾ പിന്നെ സമാധാനമായിട്ട് തന്നെ പോയി വരാമല്ലോ. എൻ്റെ പൊന്നു മോളെ, നീ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല അവിടുത്തെ കാര്യങ്ങൾ. അവരൊക്കെ വലിയ വലിയ ചിന്താഗതിക്കാരാ. കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പോൾ ഒന്ന് അവിടെ ചെന്ന് നോക്ക്. അവിടെ ഒരു കാട്ടുപോത്തുണ്ട്. ആരാണെന്നറിയാലോ? ഞാൻ പറഞ്ഞല്ലോ, അവൾ നിന്നെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോലും നിന്നെ കടത്തി വിടില്ല. അല്ലെങ്കിൽ നീ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ അവന്മാരറിഞ്ഞിട്ട് അവന്മാർ കൊമ്പും കോടാലിയും എടുത്ത് ഇവിടേക്ക് വരാനിറങ്ങിയതാ. പിന്നെ എൻ്റെ കയ്യിലെ ആ തോക്ക് പേടിച്ചിട്ടാ അവർ ഈ കോമ്പൗണ്ട് വിട്ട് അകത്തേക്ക് കയറാത്തത്. പിന്നെ അവർക്കുള്ളത് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നേക്കാളും വലുത് ആ പണമൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ അവരെന്നെ സ്നേഹിച്ചിട്ടില്ല മോളെ. അത് പപ്പയ്ക്ക് തോന്നുന്നതാ. ജോജോയ്ക്കൊക്കെ പപ്പയെ വലിയ ഇഷ്ടമല്ലേ? ജോജോയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ പപ്പ? അവനൊരു ആങ്കൊച്ചല്ലേ? അവനെ അങ്ങനെ ആ ദുഷ്ടന്മാരിടയിലിട്ട് വളർത്തി കഴിഞ്ഞാൽ അവനും അതൊക്കെ പഠിക്കത്തില്ലേ? അവൻ ആങ്കൊച്ചോ? അവനെ അവരെ ഒരു മണ്ണുണ്ണിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അത് തന്നെയാ പറഞ്ഞത്, നിനക്കറിയുന്നൊരു ലോകമല്ലെന്ന്. എന്നെക്കുറിച്ച് ഉള്ള ദുഷ്ടതകളും ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള പല കഥകളും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെ. നിനക്കറിയാത്തൊരു കാര്യം കൂടിയും പറയാം. അവരെ വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് വർത്തമാനങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ കുടുംബക്കാരെ കുറിച്ചിട്ട് മോശം രീതിയിലാണ് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. നീ അവിടെ ചെല്ലുമ്പോൾ പോലും ആ കുഞ്ഞുങ്ങൾ നിന്നെ കാണുന്നതും അതേ അർത്ഥത്തിൽ തന്നെയായിരിക്കും അലീന. അതുകൊണ്ടാണ് നിന്നോട് ആ വിഷമങ്ങളൊക്കെ തട്ടാൻ നീ അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞത്. നിനക്ക് ജോജോയെ കാണണമെങ്കിൽ ഞാൻ വിളിച്ചാൽ ഇവിടെ വരും. അവൻ്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത് വിടാനാണെന്ന് പറയുമ്പോൾ അവനെ അവിടെ നിന്ന് കാറ് കൊടുത്ത് കാറിനൊപ്പം അവൻ ഇങ്ങ് അയക്കുകയും ചെയ്യും. അതിനൊക്കെ റീത്താമ്മച്ചി എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എൽസമ്മയെ കൊണ്ട് അതൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പപ്പ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുന്ന കാര്യമല്ലേ? പപ്പ ഈ പറയുന്ന എൽസമ്മയും പപ്പയും തമ്മിൽ ഒരുപാട് കാലം സ്നേഹിച്ച് മുന്നോട്ട് ജീവിച്ചു പോയവർ തന്നെയല്ലേ? നിങ്ങൾ പരസ്പരം
എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്നും നമ്മൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നല്ല രീതിക്ക് പോകണമെന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടവരല്ലേ. സ്റ്റാൻലി ഒരു നിമിഷം മിണ്ടാതെ എന്തോ ഒന്ന് ആലോചിച്ച് നിന്നുപോയി. അലീന വീണ്ടും തുടരുകയാണ്. അതിനുശേഷം എപ്പോഴായിരിക്കും പപ്പ ഈ സ്വരച്ചേർച്ചയും ഇഷ്ടമില്ലായ്മയൊക്കെ വന്നിട്ടുണ്ടാവുക? അതൊക്കെ മറന്നു കളയേ. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ കുഞ്ഞുങ്ങളാണ് വഴിയാധാരമാവുന്നത്. ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവളാണ് ഈ അലീന. അതുകൊണ്ടാണ് പപ്പയുടെ മുമ്പിൽ ഞാനിങ്ങനെ താണ് കേണ് പറയുന്നത്. പപ്പ എനിക്ക് വേണ്ടി സമ്മതിക്കണം. ഞാൻ അവരെ ഒന്ന് പോയി കണ്ടോളാം. ഞാൻ എൻ്റെ ചാച്ചനുമൊത്താണ് പോകുന്നത്. ചാച്ചൻ്റെ ഒപ്പോ? ചാച്ചൻ അങ്ങോട്ട് വരാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ചാച്ചനെയായ റീത്താമ്മ എന്ന് പറയുന്ന സാധനത്തിനെ കണ്ണിന് നേരെ കാണുന്നത് പോലും ഇഷ്ടമല്ല ലീന. നിനക്കതൊക്കെ അറിയാൻ മേലാഞ്ഞിട്ടാ. എങ്കിൽ അവിടെ പപ്പയ്ക്ക് തെറ്റി. ചാച്ചനുമായി ഞാൻ സംസാരിച്ചു. ചാച്ചനോട് ഞാൻ സമ്മതം ചോദിക്കുകയും ചെയ്തു. ചാച്ചനാണ് എന്നോട് പറഞ്ഞത് എൻ്റെ പപ്പയുടെ സമ്മതമുണ്ടെങ്കിൽ ചാച്ചൻ പോരാൻ തയ്യാറാണെന്ന്. പപ്പ സമ്മതിച്ചാൽ ഇപ്പം തന്നെ ചാച്ചനെ വിളിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പപ്പയൊന്ന് സമ്മതിക്കേ. പപ്പയുടെ സമ്മതം കിട്ടിയിട്ട് വേണം എനിക്കും ചാച്ചനും കൂടി അവിടെ എൽസാമ്മയെ പോയി കാണാനും സംസാരിക്കാനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ റാണി ആൻറ്റിയെയും എൽസമ്മയെയും ഈ വീട് ഏൽപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ. എന്തായാലും പപ്പ പറഞ്ഞല്ലോ എനിക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന്. അതിന് 1-2 ആഴ്ച പിടിക്കത്തില്ലേ എനിക്ക് പാസ്പോർട്ട് കിട്ടാനായിട്ട്? ഏയ് വേണ്ടടി, അത്രയും ദിവസമൊന്നും വേണ്ട. എന്തായാലും ഒരു 2 ആഴ്ചത്തേക്ക് നമ്മളുടെ യാത്ര മാറ്റിവെക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് റാണി ആൻറ്റിയെയും മാമച്ചനങ്കിളിനെയും ഗ്രേസമ്മാൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം പപ്പ. അലീന ഒരു തരത്തിലും സ്റ്റാൻലിയെ ഇടം വലം വിടാൻ തയ്യാറില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റാൻലി അവളോടായി പറയുന്നുണ്ട്, നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. പക്ഷേ പോയി പെട്ടെന്ന് തന്നെ ഇങ്ങ് തിരിച്ചു വന്നേക്കണം. അത് മാത്രമല്ല, അരുതാത്തതെന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാനും കൂടി ഏറ്റെടുക്കുമെന്ന് തന്നെ വിചാരിച്ചിട്ട് വേണം നീ അവിടേക്ക് പോകാനെന്ന്. അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? അത് എഴുതാപ്പുറമല്ല കുഞ്ഞെ, അവിടെയുള്ളവരുടെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിൻ്റെ കൂടെ ഒരു പക്ഷേ ചാച്ചൻ വരാമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയായിരിക്കും. നിന്നെ അവിടേക്ക് ഒറ്റയ്ക്ക് വിടാനുള്ള അദ്ദേഹത്തിൻ്റെ പേടി കൊണ്ട്. അല്ലാതെ അവിടെയുള്ളവരെ ആരെയും തന്നെ അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, കാണുന്നത് പോലും. ആ കുഞ്ഞുങ്ങളെ പോലും ചാച്ചനെ കാണിക്കാനായിട്ട് അവൾ സമ്മതിക്കാറില്ല. നീ ഈ പറഞ്ഞ നിൻ്റെ എൽസാമച്ചി. പപ്പ കണ്ടോ, ഇതിനൊക്കെ ഈ അലീന മാറ്റം വരുത്തിയിട്ട് തന്നെ തിരിച്ചു വരത്തുള്ളൂ എന്ന്. എന്തായാലും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ? ഇനിയിപ്പോൾ നാളെ ഗ്രേസമ്മയോടും മാമച്ചായനോടും നീ എന്നതാ പറയാൻ പോകുന്നേ? അതൊക്കെ നാളെ നമുക്ക് പറയാന്നേ. അല്ല, പറയാൻ പോകുന്നത് എന്താണെന്ന് എന്നോടും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ചാച്ചൻ കേട്ടോ, നാളെ ഞാൻ എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് പറഞ്ഞ് അലീന തൻ്റെ പപ്പയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് നൈറ്റും പറഞ്ഞ് മുറിയിലേക്ക് ഓടുകയാണ്. അവളുടെ ആ ഉമ്മ പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം സ്റ്റാൻലി ഒരു നിമിഷം അന്താളിച്ച് നിൽക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് ഒരു നേരം മടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും വള്ളിയും പിടിച്ച് അവളിങ്ങ് വന്നോളൂന്ന് പറഞ്ഞ് അദ്ദേഹവും മുറിയിലേക്ക് കിടക്കാനായി പോകുന്നുണ്ട്. മുറിയിൽ ചെന്ന് അലീന കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയെ ധരിപ്പിക്കുകയാണ്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്ത് ചെയ്താലും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, റാണി ആൻറ്റി ഞങ്ങൾക്കൊപ്പം വരുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ നാളെ ഗ്രേസമ്മയും ഇല്ല, ഗ്രേസമ്മച്ചിയും അത് അതിൻ്റേതായ രീതിയിൽ തന്നെ എടുക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റു. വന്നവരൊക്കെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. മാമച്ചായനും ഗ്രേസമ്മയും റെഡിയായി താഴേക്ക് വരുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് ആൻറ്റി. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റേതായ രീതിയിൽ തന്നെ അതൊക്കെ സംഭവിക്കാൻ പാടുള്ളൂ എന്നൊരു തോന്നൽ. നമ്മുടെ റാണി ആൻറ്റിയെയും റാണി ആൻറ്റിയുടെ കുഞ്ഞായ ജോജോ ചേട്ടൻ്റെയും കുഞ്ഞിനെയും കൊണ്ട് തന്നെ റാണി ആൻറ്റി നിങ്ങളുടെ വീട്ടിലേക്ക്, എറണാകുളത്തുള്ള ആ വീട്ടിലേക്ക് വരത്തുള്ളൂ.
അത് ഞാനും എൻ്റെ പപ്പയും കൂടി എടുത്തൊരു തീരുമാനമാണ്. നിങ്ങളോടൊന്നും ആലോചിക്കാതെ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നൊരു തീരുമാനം. അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതൊക്കെ വിശദമായിട്ട് കാറിലിരുന്ന് രേവതിക്കുട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരും. മാമച്ചായനും ഗ്രേസമ്മയും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ഒരു തീരുമാനം പപ്പയെടുക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു, എൻ്റെ വാക്കിൻ്റെ പുറത്ത് തന്നെ. അതങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ ആൻറ്റി. അല്ലെങ്കിൽ വലിയ വിഷയങ്ങളായി മാറും. കുഞ്ഞിനെ നമ്മൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ എല്ലാ വീട്ടുകാരും സന്തോഷത്തോടു കൂടി തന്നെ ആ കുഞ്ഞിനെ സ്വീകരിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളിവിടെ നിന്നും ഞങ്ങളുടെ റാണി ആൻറ്റിയെ കൊണ്ടുപോവാതിരിക്കുക തന്നെ വേണം. നിങ്ങളുടെ ഷെറിനെയും കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ ആ വീട്ടിലേക്ക് ഒരിക്കൽ വന്ന് കയറും. ആൻറ്റി സ്വീകരിച്ച് അവരെ കുരിശ് വരച്ച് സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയും ചെയ്യുമെന്ന് അലീന പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ മുഖത്ത് ചെന്ന് കൈകൾ ഓടിച്ചുകൊണ്ട് ഗ്രേസമ്മ പറയാണ്, നീ പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. എന്തായാലും പെട്ടെന്ന് കൊണ്ടുപോവേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും നീ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുഞ്ഞുമായിട്ടായിരിക്കും അവൾ ഞങ്ങളുടെ വീട് കടന്നു വരികയെന്ന്. അത് കർത്താവിൻ്റെ നിശ്ചയം തന്നെയായിരിക്കും. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റാണിമോളോട് യാത്രയൊക്കെ പറഞ്ഞ് അവർ എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.